ഹലോ, അപ്പോൾ എല്ലാവർക്കും വിജയ് ടാങ്കിൾ ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇന്ത്യ വേഴ്സസ് ന്യൂസിലാൻഡ് T20 വേൾഡ് കപ്പിൻ്റെ 7 മണിക്ക് മൊട്ടേറ സ്റ്റേഡിയം അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് ഫൈനൽ. അപ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ നമുക്ക് ജസ്റ്റ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ട് ഈ വേൾഡ് കപ്പ് നടക്കുന്നതിന് മുമ്പ്. ഞാൻ ഇതിനു മുമ്പൊരു റോഡ് ടു ഫിനാലെ എന്ന് പറയുന്ന രണ്ട് ടീമിൻ്റെയും ഒരു അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഓക്കെ, ഇത് മൂന്നാമത്തെ ICC ഫൈനലാണ്. 3 ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഈ ലാസ്റ്റ് 6 വർഷത്തിനിടയിൽ ഇന്ത്യ ന്യൂസിലൻഡും കളിക്കുന്നത്. അതിൽ 2021 വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വരും, 2025 ചാമ്പ്യൻസ് ട്രോഫി വരും, ആൻഡ് 2026 ഈ വേൾഡ് കപ്പ് ഫൈനൽ. മൊത്തം ഇന്ത്യയും ന്യൂസിലൻഡും ഇതിനു മുന്നേ 3 വട്ടമാണ് ഫൈനലിൽ വന്നിട്ടുള്ളത് ICCയുടെ ഒരു ഈവൻറ്റിൽ. ഒന്ന് ചാമ്പ്യൻസ് ട്രോഫി 2000 അന്ന് ഇന്ത്യനെ തോൽപ്പിച്ചവർ. അത് കഴിഞ്ഞാൽ പിന്നെ WTC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ലോർഡ്സിൽ വെച്ച് നടന്ന 2021 അതും ഇന്ത്യ തോറ്റു, ന്യൂസിലൻഡ് ജയിച്ചു. പക്ഷേ 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയാണ് ജയിച്ചത്. സോ അതാണ് റെക്കോർഡ്, 2-1. ഇന്ത്യ ന്യൂസിലൻഡും തമ്മിൽ 18-11. ഇന്ത്യ 18 മാച്ചസ് ജയിച്ചിട്ടുണ്ട്, ഒരെണ്ണം ടൈ ആയിട്ടുണ്ട്. T20 വേൾഡ് കപ്പ് മാത്രം നോക്കുകയാണെങ്കിൽ 3 വട്ടമാണ് ഇന്ത്യ ന്യൂസിലൻഡ് മാച്ചസ് നടന്നിട്ടുള്ളത്. അതിൽ 3 വട്ടവും ന്യൂസിലൻഡ് ജയിച്ചു. ഓക്കെ, ഇതൊന്നും കേട്ടാലും പാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ചുമ്മാ കണക്ക് മാത്രമാണ്. ഒന്ന് ജോഹാനസ്ബർഗിൽ 2007, പിന്നെ നാഗ്പൂരിൽ 2016 ആൻഡ് ദുബായിൽ 2021. ഇതാണ് 3 വട്ടം ഒരു ഇന്ത്യ ന്യൂസിലൻഡ് നേരിട്ടത്. റിസൾട്ട് നോക്കണ്ട. പിന്നെ നമുക്കൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതേ ന്യൂസിലൻഡ് ടീം തന്നെയാണ്. ഞാൻ പ്രിവ്യൂ നേരത്തെ പറഞ്ഞ റോഡ് ടു ഫിനാലയിലും പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതേ ന്യൂസിലൻഡ് ടീമാണ് 4-1 വന്നിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസം മുമ്പ് ഈ വേൾഡ് കപ്പിൽ തൊട്ട് മുമ്പ് തോറ്റിട്ട് പോയത്. അവരത്രയും വലിയ കോംപ്രഹെൻസീവ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് എടുത്തു പറയാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല. ഡാരൽ മിച്ചലൊക്കെ നല്ല ODI പ്ലെയർ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല ബൈലാറ്ററൽ സീരീസിൽ അവർ കാണിച്ചത്. ഈ പറയുന്ന ഫിന്നലനുണ്ട് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പറയുന്ന ഒരു നമ്മൾ പേടിക്കാൻ തക്ക മാത്രമുള്ള ഇന്നിങ്സ് ഒന്നും ഫിന്നലൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായില്ല. ഞാൻ ഈ പറയുന്ന സ്റ്റാറ്റ്സാണ്. ഗ്ലെൻ ഫിലിപ്സ് ഒരു മീഡിയസിനോട് പറഞ്ഞ പോലെ ജസ്പ്രീത് ബുംറ ഒരു മനുഷ്യനാണ്. നാളെ ഓഫ് കളർ ആയാൽ പുള്ളി ഓഫ് കളർ ആവാം, നാളെ ആയാലോ എന്ന് പുള്ളി ചോദിക്കുന്നുണ്ട്. അവർക്കും പേടിയാണ്. ഓഫ് കളർ ആവില്ല എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 147 കോടി ജനങ്ങളില്ലേ അങ്ങനെ ആഗ്രഹിക്കാം. പിന്നെ ഇതൊരു കംപ്ലീറ്റ് ബാറ്റിംഗ് പിച്ചായിരിക്കും. റെഡ് സോയിൽ ബ്ലാക്ക് സോയിൽ മിക്സാണ്. ഒരു 250 സ്കോർ തന്നെയാണ് വരിക. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 200 അറൗണ്ട് എന്തെങ്കിലും സ്കോർ തന്നെയാണ്. അത്ര ഹൈയിലോട്ട് പോവില്ല. കാരണം 2 സൈഡിലും ക്വാളിറ്റി ബോളേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ സൈഡിൽ ബോളേഴ്സിന് അറിയാമല്ലോ, വരുൺ ചക്രവർത്തി നന്നായിട്ട് പെർഫോം ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ പോലും നമുക്കൊരു 6th ബോളർ ഓപ്ഷൻ ഇല്ല. ശുഭം ദൂബെയാണുള്ളത്. ശുഭം ദൂബെ ഒരു മോശം ബോളർ എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ പുള്ളി നല്ല ഓഫ് കളേർഡാണ്. പുള്ളിക്ക് പറ്റുന്നില്ല, എന്തോ അങ്ങോട്ട് ശരിയാവുന്നില്ല. പക്ഷേ ആ പ്രഷറിൽ ആദ്യത്തെ 2 ബോൾ നന്നായിട്ടാണ് ഇംഗ്ലണ്ടായിട്ട് ലാസ്റ്റ് ഓവർ എറിഞ്ഞത്. 30 റൺസ് വേണ്ട ഒരു ലക്ഷറി പുള്ളിക്കുണ്ട്. പക്ഷേ ആദ്യത്തെ 2 ബോൾ നന്നായിട്ട് എറിഞ്ഞിട്ട് പിന്നെ ലൈനിൽ കറക്റ്റ് എറിഞ്ഞ് തീർത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അടി മൊത്തം മേടിച്ചത്. അങ്ങനെ നോക്കിയാലും ഒരു 6th ബോളിംഗ് ഓപ്ഷൻ എപ്പോഴും പ്രശ്നമാണ്. കാര്യം നമുക്ക് ബോളേഴ്സിന് നിർലോഭം തല്ലുകൊള്ളുമ്പോൾ, ഇപ്പം വരുൺ ചക്രവർത്തിക്ക് തല്ലുകൊള്ളുമ്പോൾ സൂര്യകുമാർ യാദവ് തലങ്ങും വിലങ്ങും നോക്കുകയാണ് ആരറിയിക്കാനാണ്. ശിവൻ ദുബെക്ക് ഒരു ഓവർ വേറെ എപ്പോൾ കൊടുത്താലും കളി തോൽക്കും. അവസാനമാണ് വെച്ചുകൊണ്ടിരുന്നത്. സോ 6th ബോളിംഗ് ഓപ്ഷൻ എന്താണ് ഒരു പരിഹാരം കണ്ടെത്താമെന്നറിയില്ല. വരുൺ ചക്രവർത്തി ഫോം ആവാന്നുള്ളതാണ് ഒരേ ഒരു പരിഹാരം. അല്ലെങ്കിൽ പിന്നെ ടീമൊക്കെ പൊളിച്ച് സിറാജിനെയൊക്കെ കൊണ്ടുവന്നാലും ടീം കോമ്പിനേഷനൊക്കെ മൊത്തം പൊളിഞ്ഞു പോകും. അപ്പോൾ അതെന്തായാലും ചെയ്യില്ല. എന്തായാലും ടോസ് കിട്ടുന്ന ക്യാപ്റ്റൻ ബോളിംഗ് തന്നെ എടുക്കുള്ളൂ. കാര്യം ഡു ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഉള്ളതുകൊണ്ടും ചേസ് ചെയ്യാനാണ് ഇവിടെ എളുപ്പം. സോ ചേസ് ചെയ്യുന്ന ടീമാണ് ജയിക്കാൻ സാധ്യത. അല്ലെങ്കിൽ ഇന്ത്യ എടുത്ത പോലത്തെ ഒരു ഗംഭീര ഒരു കളിയും കൂടെ അങ്ങനെ സ്ട്രെസ്സ്, ഞാൻ അങ്ങനെ ഒരു സാധനം വന്നാൽ ഞാൻ കിടന്ന് ഉറങ്ങും. എനിക്ക് പറ്റൂല. ഞാൻ ഇംഗ്ലണ്ടായിട്ടുള്ള കളിയിൽ തന്നെ ഞാൻ ക്ഷീണിച്ച് എൻ്റെ 2 കിലോ ഒക്കെ കുറഞ്ഞു. എനിക്ക് എൻ്റെ ബോഡിയിൽ നിന്ന് 2 കിലോ കുറഞ്ഞിട്ടും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ 2 കിലോ കുറഞ്ഞ് ആവിയായിട്ടൊക്കെ പോയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു മാച്ച് വന്നാൽ ഞാൻ കിടന്ന് ഉറങ്ങും.
കാണാനുള്ള ശക്തിയില്ല. ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ ക്രിക്ക് ബസ്സിൽ കയറി സ്കോർ നോക്കാമെന്നല്ലാണ്ട് അതിരുന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇന്ത്യക്ക് ടോസ് കിട്ടട്ടെ, ഇന്ത്യ ബോളിംഗ് എടുക്കട്ടെ, ഇന്ത്യ വളരെ ആധികാരികമായി ചേസ് ചെയ്ത് ജയിക്കട്ടെ. സഞ്ജു നന്നായിട്ട് പെർഫോം ചെയ്യും. സഞ്ജുവിനേക്കാൾ ഞാൻ പ്രതീക്ഷിക്കുന്ന അഭിഷേക് ശർമ്മയുടെ ഒരു മാസീവ് കംബാക്കാണ്. പുള്ളിക്ക് അതിനുള്ള പൊട്ടൻഷ്യലുണ്ട്, പുള്ളി തിരിച്ചു വരട്ടെ. സഞ്ജു ഒന്നും അല്ലാണ്ടായി പുള്ളിയുടെ വെള്ളം കൂടി മുട്ടിച്ചൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ന്യൂസിലൻഡാണ് പണി കൊടുത്തത്. ന്യൂസിലൻഡ് 5 മത്സരത്തിൽ പുള്ളിനെ ഇട്ട് പൂട്ടിയിട്ടാണ് പുള്ളിക്ക് ആ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്ലേയിങ് 11ൽ സ്ഥാനം പോയി. തിരുവനന്തപുരത്തിട്ട് പുള്ളി 6 റണ്ണിന് ഔട്ടായി. പുള്ളിയുടെ മിസ്റ്റേക്കാണ്, പക്ഷേ അവിടെ അവരാണല്ലോ വിക്കറ്റ് എടുത്തുകൊണ്ട് പോയത്. സോ ജോഫ്ര ആർച്ചറിനോട് കണക്ക് തീർത്ത പോലെ ഒരു ചെറിയ കണക്കുണ്ട് നമുക്ക് മാറ്റ് ഹെൻറിയോട് അത്ര ഈസി അല്ല കണക്ക്. അവിടെ മോനെ കണക്ക് തീർക്കാൻ നീ വന്നാൽ ഞാൻ അങ്ങോട്ട് കണക്ക് തീർത്ത് തരാമെന്ന് പറയുന്ന ആളൊന്നുമല്ല മാർക്ക് ഹെൻറി. സോ ആ ഒരു കോണ്ടെക്സ്റ്റ് കാണാൻ രസമുണ്ടാവും. ആ കോണ്ടെക്സ്റ്റിൽ നമ്മുടെ പയ്യൻ ജയിക്കട്ടെ, പയ്യൻ സെഞ്ചുറി അടിക്കട്ടെ. അപ്പോൾ ആ ഒരു സാധനം കൂടെ ഉണ്ട്, അതൊന്നും കൂടെ ഒന്ന്. പിന്നെ ഇത് ഈ മാച്ച് പറയുമ്പോൾ സഞ്ജുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ മാച്ചിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മാച്ച് നമ്മൾ ഈ ഹിറ്റ്മാൻ സൈലൻ്റ് അസാസിൻ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, കുറച്ച് പഴയ ഗെയിമാണ്. അതിൽ കളി സ്റ്റാർട്ട് ചെയ്യുന്നൊരു പള്ളിയിൽ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസരിക്കുന്ന ഹിറ്റ്മാൻ. അതുപോലെ ഈ കോണ്ടെക്സ്റ്റ് ന്യൂസിലൻഡ് അല്ലെങ്കിൽ ഈ T20 വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് 1 മാസം മുന്നേ തുടങ്ങിയ മാച്ചാണ്, അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ അവസാനിച്ച മാച്ചാണ് ഈ പറയുന്ന ന്യൂസിലൻഡ് വേഴ്സസ് ഇന്ത്യ ബൈലാറ്ററൽ സീരീസ്. സോ ലാസ്റ്റ് അവിടെ തന്നെ വന്ന് നിന്നു. ഹിറ്റ്മാൻ സൈലൻ്റ് അസാസിലും ക്ലൈമാക്സ് കിടക്കുന്നത് ഈ പറയുന്ന അതേ പള്ളിയിൽ തന്നെയാണ്. അതുപോലെ വീണ്ടും ഇവർ തന്നെ വന്നേക്കുവാണ്. സോ സഞ്ജുവിന് എല്ലാം നഷ്ടപ്പെട്ട് കയ്യിൽ നിന്ന് പോയ സാധനം പുള്ളി തിരിച്ച് ഭാഗ്യം കൊണ്ടും പുള്ളിയുടെ സ്കില്ല് കൊണ്ടും തിരിച്ചു വന്നു. ഒരു ടെറിട്ടറി കൂടെ പുള്ളിക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അതുപോലെ സഞ്ജു അത് മാർക്ക് ചെയ്യട്ടെ, അഭിഷേക് ശർമ്മ തിരിച്ചു വരട്ടെ, ശിവൻ ദുബെ ആവട്ടെ, ബുംറയുടെ മോശം ദിവസം ആവാതിരിക്കട്ടെ, എല്ലാവരും അവരാഗ്രഹിക്കുന്ന പോലെ. അക്ഷർ പട്ടേൽ പിന്നെയും പറന്ന് ക്യാച്ചുകൾ പിടിക്കട്ടെ, തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ക്യാച്ചസ് വിടാതിരിക്കട്ടെ. ഹർദിക് പാണ്ഡ്യ ആറ്റിറ്റ്യൂഡ് ഇട്ടാലും മറ്റുള്ളവരെ റണ്ണൗട്ടാക്കിയാലും ആളുടെ ജോലി നന്നായിട്ട് ചെയ്താൽ വെരി ഫൈൻ. ഹർഷ്ദീപിന് നല്ല ഇനിഷ്യൽ ഓവേഴ്സ് അടികൊള്ളുന്നുണ്ട്, അത് മാറിയിട്ട് പുള്ളിക്ക് ഓർക്കർ എറിയുന്നുണ്ട്. നല്ല പുള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുള്ളി നല്ല ബോളൊക്കെ എറിയുന്നുണ്ട്, നല്ല ബോളിന് അടിയിട്ടു. പുള്ളി നല്ല കഴിവുള്ള ബോളർ തന്നെയാണ്. സിറാജിനേക്കാളും പുള്ളി വരുന്നതെന്ന് വെച്ചാൽ പുള്ളി ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് അവർക്ക് ചെറിയുള്ള സ്കില്ലും കൊണ്ടാണ്. സോ ഇവരെല്ലാവരും തിളങ്ങട്ടെ, കപ്പ് നമ്മൾ നിലനിർത്തും. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം.